നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ നടത്തിയ സമരം സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെയും വിദ്യാലയങ്ങളുടെയും പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഫലപ്രദമായില്ല. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ 35% ജീവനക്കാർ മാത്രമാണ് ഹാജരായത്. കളക്ടറേറ്റുകളിലും ഹാജർ നില കുറവായിരുന്നു. ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് നടപ്പാക്കുക, തസ്തിക വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയും ഇന്ന് പണിമുടക്ക് നടത്തിയത്. BJP അനുകൂല സർവീസ് സംഘടനയും സമരത്തിൽ പങ്കെടുത്തിരുന്നു. ജീവനക്കാരുടെ സമരം സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഫലപ്രദമായില്ല. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ 35% ജീവനക്കാർ മാത്രമാണ് ഹാജരായത്. 4138 ജീവനക്കാർ ഉള്ളതിൽ 2679 ജീവനക്കാർ ഹാജരായില്ല. 1459 ജീവനക്കാർ മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ ഹാജരായത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ്, പൊതുഭരണ വകുപ്പ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ ജീവനക്കാരും ഹാജരായത്. പബ്ലിക് ഓഫീസിലും വികാസ് ഭവനിലും താരതമ്യേന ഹാജർ നില കുറവായിരുന്നു. അധ്യാപകർ ഹാജരാകാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളുടെ പ്രവർത്തനവും സ്തംഭിച്ചു. പട്ടം PSC ഓഫീസിൽ ജോലിക്ക് ഹാജരായ ജീവനക്കാരും സമരക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പോലീസ് എത്തിയാണ് ജീവനക്കാരെ അകത്ത് പ്രവേശിപ്പിച്ചത്. സംസ്ഥാനത്തെ കളക്ടറേറ്റുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെ ഇന്നത്തെ സമരം ന്യായമോ എന്നതാണ് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ വിജയകുമാരൻ നായർ, NGO യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, ശ്രീ M റഹ്മാൻ, NGO അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ശ്രീ ഡിജോ കാപ്പൻ, സാമൂഹ്യ പ്രവർത്തകൻ, ശ്രീമതി മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പ്രേക്ഷകർക്കും ഫേസ്ബുക്കിലൂടെ ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താം. ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം ടെലിഫോണിലൂടെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ചർച്ചയിൽ പങ്കുവയ്ക്കാവുന്നതാണ്. ആദ്യം ശ്രീ വിജയകുമാരൻ നായർ, സർക്കാർ ഇതിന്മേൽ, ഈ ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുകയല്ല എന്ന് സുവ്യക്തമാണ്. ഈ വിഷയത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളതുമാണ്. എന്നിട്ടും ഇത്ര പൊടുന്നനെ ഒരു സമരം സംഘടിപ്പിക്കാനുണ്ടായ അടിയന്തര സാഹചര്യം എന്താണ്? ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ജോയിന്റ് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. എന്നെ പരിചയപ്പെടുത്തിയതിലൊരു പെശക് വന്നിട്ടുണ്ട്. ഈ സർക്കാർ 10ാം ശമ്പള കമ്മീഷനെ നിയമിച്ചത് 2013 നവംബർ 30 ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിന് മേൽ അടയിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം. അതിനകത്ത് അന്ന് ശമ്പള കമ്മീഷനെ നിയമിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് 6 മാസമാണ് ഇതിൻ്റെ കാലാവധി, 6 മാസം കൊണ്ട് റിപ്പോർട്ട് വാങ്ങി അത് നടപ്പിലാക്കും. പിന്നീട് സംഭവിച്ചതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ 25 മാസമായി 10ാം ശമ്പള കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞിട്ട് 19 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ 1ാം ഘട്ട റിപ്പോർട്ട് തന്നെ കൊടുത്തത്. ആ റിപ്പോർട്ട് കൊടുക്കാനിടയായ സാഹചര്യം നമുക്കറിയാം. നിരവധി പ്രക്ഷോഭങ്ങൾ ഈ മേഖലയിൽ ഉയർന്നു വരികയും 2015 ജനുവരി മാസം 22 ഒരു ഏകദിന പണിമുടക്കവും 2015 ജൂലൈ മാസം 23 മുതൽ അനിശ്ചിതകാല പണിമുടക്കവും പ്രഖ്യാപിച്ച് അത് ഏതാണ്ട് നടക്കും എന്നുറപ്പ് വന്ന സമയത്താണ് 2015 ജൂലൈ മാസം 13 ആ റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് വാങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞു എത്രയും വേഗം നടപ്പിലാക്കും. എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അത് പരിശോധിക്കുന്നതിനായി അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ KM മാണി അധ്യക്ഷനായിട്ട് മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചു. ആ മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ച് 5 മാസം വരെ നമ്മൾ കാത്തിരുന്നു. ആ മന്ത്രിസഭാ ഉപസമിതി ഒരിക്കൽ പോലും ഒരു യോഗം ചേരാൻ പോലും തയ്യാറായില്ല. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ വന്നത് പാർട്ടായിട്ടാണ് റിപ്പോർട്ട് വന്നത്. 1ാം ഭാഗം റിപ്പോർട്ട് സർവീസ് സംഘടനകളുമായി, അത് ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നൊക്കെ പറയുന്ന എല്ലാ സർവീസ് സംഘടനകളുമായി, അധ്യാപക സംഘടനകളുമായും ഒന്ന് ചർച്ച നടത്തി അതിനകത്ത് സർക്കാരിനും ജീവനക്കാർക്കും 2 കൂട്ടർക്കും സ്വീകാര്യമായ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളത്, അതിനുള്ളൊരു ശ്രമവും നടത്തിയില്ല. ആ ഘട്ടത്തിലാണ് വീണ്ടും നമ്മളൊരു പണിമുടക്ക് പ്രഖ്യാപിക്കുന്നത്. നവംബർ മാസം 27 അതാണ് ആ പണിമുടക്ക് നടത്താനുണ്ടായ സാഹചര്യം എന്നാണ് താങ്കൾ പ്രാഥമികമായി വിശദീകരിക്കുന്നത്. താങ്കളെ പരിചയപ്പെടുത്തുന്നതിനായി പിഴവിൽ ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുകയാണ്. ശ്രീ വിജയകുമാരൻ നായർ, ശ്രീമതി മേരി ജോർജ്, ഇക്കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാട് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സർവീസ് സംഘടനകൾക്ക് ആ മേഖലയ്ക്ക് വിശ്വാസയോഗ്യമല്ലാത്തതായി തോന്നുന്നുണ്ടോ പുറമേ നിന്ന് നോക്കുമ്പോൾ? കാരണം ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഉപസമിതിയുടെ തീരുമാനമുണ്ടാവണം. അതിന്മേൽ അവരുമായി ചർച്ച നടത്തി ജനുവരിയിൽ തന്നെ സർക്കാർ ആവശ്യമായ ഡിസിഷൻ എടുക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാക്കും വിധം അവിശ്വാസം നിറഞ്ഞതാണോ ഈ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ എടുക്കുന്ന തുടർ നടപടികൾ?
അതായത് ഇക്കാര്യത്തിൽ മിസ്റ്റർ വിജയകുമാരൻ നായർ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, നേരെ എതിരാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അദ്ദേഹം പറഞ്ഞു, അതായത് വളരെ താമസിച്ചാണ് ശമ്പള കമ്മീഷനെ വെച്ചത്. അങ്ങനെയല്ല, കഴിഞ്ഞ 9ാം ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി ശമ്പള പരിഷ്കരണം നടത്തേണ്ട അത് നടത്തേണ്ട കാലത്തിനും 7 മാസം കഴിഞ്ഞാണ് ശമ്പള കമ്മീഷനെ വെച്ചത് തന്നെ. അതേ സമയത്ത് ഈ 10ാം ശമ്പള കമ്മീഷന് വേണ്ടി ഇപ്പോൾ ഉള്ള UDF ഗവൺമെൻറ് ശമ്പള പരിഷ്കരണം നടത്തേണ്ടതിനും 7 മാസം മുൻപേ തന്നെ കമ്മീഷനെ വെച്ചു. അതുമാത്രവുമല്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമാക്കി കൃത്യമായിട്ട് പറഞ്ഞതാണ് അസംബ്ലിയിൽ, 26/2/2016 മുൻപായിട്ട് ഈ ശമ്പള അതായത് ഇതിൻ്റെ ഓർഡർ ഇറങ്ങുമെന്ന്, ശമ്പള പരിഷ്കരണത്തിൻ്റെ ഓർഡർ ഇറങ്ങുമെന്ന്. ഇതൊക്കെ 9ാം ശമ്പള കമ്മീഷനോ അതിന് മുൻപുള്ള ശമ്പള കമ്മീഷനോ ചെയ്തതിനേക്കാളും ഈ സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ നിലപാടാണ് ഈ ഗവൺമെൻറ് ഫോളോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ ഇന്ന് 35% തൊഴിലാളികളെ സെക്രട്ടേറിയറ്റിൽ ഹാജരായുള്ളൂ എന്ന് പറയുന്നത് സമരത്തിലായിരിക്കുന്നവരുടെ ഭീഷണി കൊണ്ടായിരിക്കുമെന്ന് 33 വർഷം സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. കാരണം ഈ സമരത്തിലാകുന്നവർ ഭീഷണിപ്പെടുത്തിയും അവർക്ക് തോന്നുന്ന ഭാഷയിലൊക്കെ സ്ത്രീകളെയും മറ്റുള്ളവരെയും സംബോധന ചെയ്തും സമരത്തിൽ നിന്ന് പേടിപ്പിച്ച് മാറ്റി നിർത്തും. വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാല് തല്ലി ഒടിക്കുമെന്ന് പറയാൻ പോലും മടിക്കാത്തവരാണ് ഇത്തരം സമരക്കാർ. അത് പോകട്ടെ, എന്തിനു വേണ്ടിയാണ് ഇവർ സമരം ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതായത് റവന്യൂ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ശമ്പളവും ആനുകൂല്യങ്ങളുമായിട്ട് പറ്റുന്ന സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ പെൻഷനേഴ്സും, ആ പെൻഷനേഴ്സിൽ പെട്ടതാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തന്നെ കൂടുതലായിരിക്കെ അതിനേക്കാൾ ഉപരി വളരെ നല്ല, അതായത് ശമ്പള കമ്മീഷൻ്റെ ആദ്യ റിപ്പോർട്ടിനെ പറ്റി വളരെ കൂടുതലാണ് വാരിക്കോരി കൊടുത്തു എന്നാണ് ഞാനൊക്കെ പറയുന്നത്. എനിക്ക് അതിൽ കിട്ടിയ കൂട്ടത്തിലാണ്, ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. അതായത് നമ്മുടെ ഒരു ശമ്പള സ്വാഭാവികമായും രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വരും താങ്കൾക്ക്. താങ്കൾ പറയുന്നത് അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡിജോ കാപ്പൻ, ഈ കാര്യത്തിൽ ഞാൻ വരാം. ഡിജോ കാപ്പൻ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സമരത്തോട് പൊതുവെ ഇവിടുത്തെ പുറമേയുള്ള അല്ലെങ്കിൽ പൊതുബോധം എതിരായിരിക്കും ഏതാണ്ട് എല്ലായ്പ്പോഴും. കൃത്യമായി ശമ്പളം കൊടുക്കുന്ന ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെ ഒന്നും ഒരു തരത്തിലും ബാധിക്കാത്ത കൃത്യമായി പണം കിട്ടുന്ന ആളുകൾ അവരെന്തിനാണ് സമരം ചെയ്യുന്നത് എന്നാണ് പലപ്പോഴും പൊതുലോകത്തിൻ്റെ ചോദ്യം. ഇപ്പോൾ തന്നെ ശ്രീമതി മേരി ജോർജ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ ന്യായമായ ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും പെൻഷനും അടക്കം എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നന്നായി ജീവിക്കാൻ അർഹിക്കുന്നതിലും അപ്പുറം എന്നതാണ് അക്കാര്യത്തിലുള്ള ചൂണ്ടിക്കാട്ടൽ. കിട്ടുന്നവർ പിന്നെയും സമരം ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാൻ പോകുന്നു. സർക്കാർ ജീവനക്കാരോട് കാണിക്കുന്ന സമീപനം എന്നത് ജീവനക്കാരോടുള്ള വിരുദ്ധമായ നിലപാടാണെന്ന് സ്ഥാപിക്കാനുള്ള കേവല രാഷ്ട്രീയമായ നീക്കമാണോ, അതോ ഇതിൽ സർവീസ് സംഘടനകൾക്ക് എന്തെങ്കിലും യുക്തിസഹമായി ചൂണ്ടിക്കാട്ടാനുണ്ടോ? ആദ്യമേ ബഹുമാനപ്പെട്ട മേരി ജോർജ് ടീച്ചറിന് കേരളത്തിലെ കർഷക സമൂഹത്തിൻ്റെ വലിയൊരു സല്യൂട്ട് ഞാൻ നൽകുകയാണ്. ഇത്രയും തുറന്ന് സത്യസന്ധമായി പ്രതികരിക്കുന്ന ആളുകൾ കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാനിവിടെ സൂചിപ്പിക്കാൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ ആദ്യമേ ഒന്ന് വിലയിരുത്തണം. കേരളത്തിലെ കാർഷിക മേഖലകളിൽ സർക്കാരിൻ്റെ വികസന ചെലവുകൾ വെട്ടിച്ചുരുക്കുന്നു. ഒരു വശേ റബ്ബറിൻ്റെ വിത്തിൻ്റെയും വളത്തിൻ്റെയും സബ്സിഡി, ഇലക്ട്രിസിറ്റി സബ്സിഡി പൂർണ്ണമായും വേണ്ടാന്ന് വെച്ചിട്ട് അതിന് വലിയ ചാർജ് ഈടാക്കുന്നു. അങ്ങനെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുഴുവൻ പകുതി പോലും വില കിട്ടാത്ത ഒരു സാഹചര്യം മുമ്പെങ്ങും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനസംഖ്യ ഒന്ന് അവലോകനം ചെയ്യണം. കേരളത്തിലെ ജനസംഖ്യയുടെ 1.5% വരുന്ന ആളുകളാണ് സർക്കാർ ജീവനക്കാർ. അവർ ഞങ്ങളുടെയൊക്കെ സഹോദരന്മാരും സഹോദരിമാരും കുടുംബാംഗങ്ങളുമാണ്. പക്ഷേ അവരൊരു കാര്യം ഓർക്കണം, ഇന്ന് ആർക്കെതിരെ അവർ സമരം ചെയ്തത്? കേരളത്തിൽ പ്രതിമാസം 600 രൂപയ്ക്ക് താഴെയുള്ള BPL കുടുംബങ്ങൾ 18 ലക്ഷമുണ്ട്. ആ 18 ലക്ഷം കുടുംബങ്ങളുള്ളപ്പം BPL കുടുംബങ്ങളുടെ വരുമാനം വെറും 600 രൂപയ്ക്ക് താഴെ. കേരളത്തിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ 18,000 രൂപ മുതൽ 1.25 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ ഈ BPL കുടുംബങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് ഇന്ന് പറയുക ഞങ്ങൾക്ക് കുറച്ചുകൂടി ശമ്പളം ഇങ്ങോട്ട് താ എന്നാണ് ഇന്ന് പറഞ്ഞ സമരത്തിന്റെ ആത്യന്തിക റിസൾട്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ ഒന്ന്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ജോയിന്റ് കൗൺസിലിന്റെ ബഹുമാനനായ സെക്രട്ടറി പറഞ്ഞു ഇവിടെ എല്ലാം വളരെ താമസിച്ചാ ചെയ്യുന്നത്.
ഈ ശമ്പള പരിഷ്കരണ കമ്മീഷനിലെ അംഗങ്ങളാരാ? കേരളത്തിലെ കർഷകരാണോ? BPL കുടുംബങ്ങളാണോ? കേരളത്തിൽ ഇന്ന് സർവീസിലുള്ളവരും റിട്ടയർ ചെയ്ത ആളുകളുമാണ്. അപ്പോൾ അങ്ങൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾക്ക് സർക്കാർ ജീവനക്കാരെ കുറിച്ചുള്ള ഒരു പരാതി അങ്ങ് ഇന്ന് തുറന്ന് സമ്മതിച്ചു. ഞങ്ങൾ ഒരു കാര്യത്തിന് സർക്കാർ ഓഫീസിൽ ചെന്നാൽ 90% ആളുകളും എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് അങ്ങേക്ക് ഇന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം, ജസ്റ്റിസ് രാമേന്ദ്രൻ 2 ഭാഗമായിട്ട് റിപ്പോർട്ട് കൊടുത്തത്. ആദ്യ ഭാഗ റിപ്പോർട്ട് ഇവർക്ക് സ്വീകാര്യമാണ്. 2ാം ഭാഗ റിപ്പോർട്ട് നടപ്പാക്കരുതെന്നുള്ള ഒരു ഭീഷണി, അതായത് നിങ്ങൾ കൂടുതൽ ആനുകൂല്യങ്ങൾ മേടിക്കുമ്പോൾ ചില കാര്യങ്ങളും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് നടപ്പാക്കരുത് എന്നുള്ള ഒരു ഭീഷണി ആണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് ഇതാ ഞങ്ങൾ ജനുവരി ഫെബ്രുവരി മാസം കൊണ്ട് നടപ്പാക്കാൻ പോകുന്നു എന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ സമരം ചെയ്താൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇത് തരികേല എന്ന് പറഞ്ഞിട്ടില്ല, കൊടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ സമരത്തെ തള്ളി പറയുകയാണ് അബ്ദുൽ സത്താർ. പ്രേക്ഷകൻ ഇപ്പോൾ ടെലിഫോണിൽ പറയൂ സത്താർ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആനുകൂല്യങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് കൈപ്പറ്റുന്നത്. കർഷകർക്കോ മറ്റുള്ളവർക്കോ ഉൽപ്പന്നങ്ങൾക്കോ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഭൂരിഭാഗം കാര്യങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഏറ്റവും താഴെത്തട്ടിൽ കിട്ടുന്നവന്റെ ഒരു കൂലി മാസത്തിൽ അവർക്ക് ദിവസങ്ങളിൽ ജോലി വളരെ കുറവ്, സമയം കുറവ്. ഒരു കർഷകനോ പണിയെടുക്കുന്നവനോ ജീവിക്കാൻ പോലും ഇന്നില്ല. അതാണ് ആ നിലയ്ക്ക് ഈ സമരം അനാവശ്യമാണെന്നാണ് താങ്കളും പറയുക. വിജയകുമാർ നായർ, ഇക്കാര്യത്തിൽ കാർഷിക മേഖല ആകെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. സർക്കാർ അവിടെ ഇടപെടുന്നില്ല എന്ന വലിയ പരാതിയുണ്ട്. സർക്കാർ സേവനത്തിന് പുറത്തുള്ള ആളുകൾ ആ നിലയ്ക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലത്ത് നിങ്ങളുടെ ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് തൃപ്തികരമായി കമ്മീഷൻ നൽകിയിട്ടുള്ള ആദ്യ ഭാഗം അത് നടപ്പിലാക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. സമയബന്ധിതമായി നിങ്ങൾ പറയുമ്പോൾ സർക്കാരിന് ഇത്ര വലിയ ഒരു സാമ്പത്തിക ഭാരം വരുന്ന കാര്യം കൂടുതൽ വിശദമായ ചർച്ചകൾക്ക് ശേഷം നടപ്പിലാക്കാം, എങ്കിലും അതിന് സമയപരിമിതി കൃത്യമായി എന്താണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു പ്രധാനപ്പെട്ട സമരകാര്യത്തിൽ മുഴുവൻ ഉദ്യോഗസ്ഥ സമൂഹത്തെയും വിശ്വാസത്തിലെടുക്കാൻ കൂടി നിങ്ങൾക്ക് കഴിയാതെയാണ് പൊടുന്നനെ ഈ സമരത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരിൽ ചിലരും അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേറെ പേരും ഈ സമരത്തെ തള്ളി പറയുന്നത്. അതിനെ യുക്തിഭദ്രമായി അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ നിങ്ങൾക്കിപ്പോഴും കഴിയുന്നില്ല എന്നതാണ്. ശ്രീ വിജയകുമാർ നായർ, താങ്കളോട് ഇതിനകത്ത് 2 കാര്യം. ഒന്ന്, നമ്മുടെ മേരി ടീച്ചർ പറഞ്ഞ ഒരു കാര്യത്തിലെത്തി ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ. ഈ എന്നോടൊപ്പം ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്ക് വളരെ ബഹുമാനമുള്ള മേരി ടീച്ചറും ശ്രീ ഡിജോ കാപ്പനും എന്തഭിപ്രായം പറയുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് നേരത്തെ അറിയാമായിരുന്നു. മേരി ടീച്ചർ പറഞ്ഞത് ഞങ്ങളങ്ങ് ഭീഷണിപ്പെടുത്തി ആളുകളെ, സ്ത്രീകളെ ഉൾപ്പെടെ മോശമായി അവരെ ചീത്ത വിളിച്ച് ഭീഷണിപ്പെടുത്തി, അസഭ്യം പറഞ്ഞ്, ഭയപ്പെടുത്തി മാറ്റി നിർത്തി ജോലിക്ക് ഹാജരായില്ല എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളിതിന് ന്യായമായ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. മേരി ടീച്ചർ പറഞ്ഞല്ലോ, ശമ്പള കമ്മീഷനെ 7 മാസം മുമ്പ് നിയമിച്ചു. എന്തിനാ 7 മാസം മുമ്പ് നിയമിച്ചേ? ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വളരെ നേരത്തെ ഒരു ശമ്പള കമ്മീഷൻ നിയമിച്ചു. അത് മുൻകാലങ്ങളിലും ഈ ഗവൺമെന്റുകൾ, ഈ UDF ഗവൺമെന്റുകളുടെ ഒരു കള്ളക്കളിയാണ്. എന്നിട്ട് ഇത്രയും മാസമായിട്ട് ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തില്ല. അതവിടെ നിൽക്കട്ടെ. ശ്രീ ഡിജോ കാപ്പൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണ് ഈ കേരളത്തിലെ കർഷകരോടും കർഷക തൊഴിലാളികളോടും മറ്റ് തൊഴിലെടുക്കുന്ന വിഭാഗങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്നാണോ ഇവർ വിശ്വസിച്ചിരിക്കുന്നത്? സർക്കാർ ജീവനക്കാരായി ഞങ്ങൾ ഓടുപൊളിച്ച് വന്നവരൊന്നുമല്ലല്ലോ. ഇവിടെ ഈ സംസ്ഥാനം ഇന്ന് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളോടും ഒപ്പം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഒരു പങ്കില്ലേ? ഇവിടെ വന്ന് ഏതാണ്ടൊരു ഇലക്ഷനോട് അടുത്ത് വരുന്ന സമയത്ത് ഒരു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ട ഘട്ടത്തിൽ അതിൻ്റെ ബാധ്യതയിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ജീവനക്കാരെയും അധ്യാപകരെയും ആകെ ആക്ഷേപിച്ചുകൊണ്ട് ഇവരാരും ഒരു പണിയും ചെയ്യാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബോധപൂർവം ഈ സമൂഹത്തെ കൊണ്ട് ഈ ജീവനക്കാർക്കെതിരായ ഒരു വികാരം ഇളക്കിവിട്ട് ഈ ശമ്പള പരിഷ്കരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിന്റെ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിനെ നിങ്ങൾ മാനിക്കാത്തത് എന്തുകൊണ്ടാണ്? 26/2/2016 മുൻപായി ഇക്കാര്യത്തിൽ വിജ്ഞാപനം ഇറങ്ങുമെന്നും നിങ്ങളുടെ ശമ്പള പരിഷ്കരണ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സമയബന്ധിതമായി, സമയപരിമിതി അല്ലെങ്കിൽ ആ സമയം എപ്പോഴാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ്. അതിനകത്ത് ഒരു കാര്യം ഇല്ല, ഞാൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അത് തന്നെയാണ് മുഖ്യമന്ത്രി ശമ്പള കമ്മീഷനെ നിയമിച്ചപ്പോൾ
ശമ്പള കമ്മീഷൻ നിയമിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്നാണ്. ഇപ്പോൾ 25 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് നടപ്പിലാക്കുന്നില്ല. നിയമസഭയിൽ തന്നെ പറഞ്ഞ മറുപടികൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. എന്താ പറഞ്ഞത്? ഇവിടെ 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്ന കീഴ്വഴക്കം ഇല്ല എന്ന സന്ദേശം സമൂഹത്തിന് കൊടുക്കത്തക്ക തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒന്നുകിൽ ജീവനക്കാരുടെ സംഘടനകളെ വിളിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഇത് ആദ്യത്തെ പണിമുടക്കമല്ലല്ലോ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം. ഞങ്ങൾ 10-30,000 ജീവനക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 2 തവണ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ഇതൊന്നും ഇവിടുത്തെ പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയില്ലാതെ ഞങ്ങളുടെ കാര്യം മാത്രം നേടാൻ വേണ്ടി ചെയ്യുന്നു എന്ന് ദയവ് ചെയ്ത് പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. ഇത് സർക്കാർ ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ PSC നടത്തുന്ന എഴുത്തു പരീക്ഷയിലൂടെ യോഗ്യതയ്ക്കനുസരിച്ച് ഇന്റർവ്യൂ നടത്തി അതിൽ നിന്ന് അരിച്ചെടുത്ത 5 ലക്ഷം പേർ. ആ 5 ലക്ഷം പേരിൽ തന്നെ സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നവർ എത്ര പേരാ? ഇവിടുത്തെ പോലീസുകാരും ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരുൾപ്പെടെയുള്ള ആശുപത്രി ജീവനക്കാരും എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന വിഭാഗമാണ് ഈ പറയുന്ന സാധാരണ സർക്കാർ ജീവനക്കാരൻ. അവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കേണ്ടതാണോ പറയുന്നത്? താങ്കൾ വിശദീകരിക്കുന്നത് സുഭാഷ് എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത്. സുഭാഷ് പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ സർക്കാർ സർവീസിലേക്ക് ഒരാൾ എത്തുമ്പോൾ 2 കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ്. ഒന്ന് പെൻഷൻ, മറ്റൊന്ന് ആശ്രിത നിയമനം. ഈ 2 ഇത് ഇല്ലാതാക്കിയ ഒരു നയത്തിനെതിരായാണ് നമ്മൾ സമരം ചെയ്യുന്നത്. ഇന്ന് ഈ സർക്കാർ സർവീസിൽ നമുക്ക് 21 വർഷം വരെയാണ് ആശ്രിത നിയമനം. പക്ഷെ ഇന്ന് ഈ റിപ്പോർട്ട് പ്രകാരം എത്രയാണ്? 3 വർഷത്തിനുള്ളിൽ ആശ്രിത നിയമനത്തിന് അപേക്ഷിച്ചിരിക്കണം. ഒരു ഗർഭാവസ്ഥയിലുള്ള ഒരു കുട്ടിക്ക് പോലും 21 വർഷം കഴിഞ്ഞ് 21 വർഷമാകുമ്പോൾ അപേക്ഷിച്ച് ജോലിയിൽ നേടാമെന്നിരിക്കെ ഇന്ന് 3 വർഷം, അതായത് ആർക്കും ഈ ആശ്രിത നിയമനം കിട്ടില്ല. കേവല ശമ്പള വർധനവ് മാത്രമല്ല മറ്റു ചില ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് ശ്രീമതി മേരി ജോർജ്. ഇക്കാര്യത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തസ്തിക വെട്ടിക്കുറയ്ക്കലടക്കം ആ സർക്കാർ സേവന മേഖലയെ ബാധിക്കുന്ന തരത്തിലുള്ള മറ്റു തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണം. വിലക്കയറ്റം തടയണമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലൊന്ന്. അത്തരം വിഷയങ്ങൾ കൂടി പരിഗണനക്കെടുത്തുകൊണ്ട് അതുകൂടി ആവശ്യമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം. സർക്കാർ ഉദ്യോഗസ്ഥരാകെ തന്നെ വലിയ ആനുകൂല്യങ്ങൾ പറ്റുന്നവരാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ സുഖജീവിതം നയിക്കുന്നവരാണ്. ഇവിടെ കാർഷിക മേഖല ആകെ തന്നെ തകരുമ്പോൾ എന്ന പ്രചാരണം നയിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് അദ്ദേഹം പറയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായി അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, അത് മറക്കരുത് എന്നും. ഞാൻ അങ്ങനെ ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല. സർക്കാർ ജീവനക്കാരും അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് സർക്കാർ സേവനം ചെയ്യുന്ന ഇവര് ഈ സർക്കാർ സംഭരിക്കുന്ന റവന്യൂ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ശമ്പളവും പെൻഷനുമായിട്ട്, അത് സർക്കാർ ജീവനക്കാർ മാത്രമല്ല. ഇപ്പോൾ വിജയകുമാരൻ നായർ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് എയ്ഡഡ് സെക്ടർ, എയ്ഡഡ് സെക്ടറും സർക്കാർ സർവീസിലുള്ളവരും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഞാൻ പറയുന്നത്. റവന്യൂ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ശമ്പളവും ആനുകൂല്യങ്ങളുമായിട്ടും സ്വീകരിക്കുന്ന ഇവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. സർക്കാർ സർവീസ് എന്ന് പറയുന്നത് കുറേ പേർക്ക് ജോലി കൊടുക്കാനും ആനുകൂല്യങ്ങൾ കൊടുക്കാനും ഉള്ളതാണോ, അതോ ജനങ്ങളെ സേവിക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് എല്ലാം, അതായത് തീരുമാനം എടുക്കുക, നടപ്പാക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ സർക്കാർ സർവീസ് നിലവിലിരിക്കുന്നത്, ഗവൺമെൻറ് നിലവിലിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന റവന്യൂ മുഴുവനും ഞങ്ങൾക്കിങ്ങ് പങ്കിട്ട് തന്നേക്കൂ എന്ന രീതിയിൽ സമരവുമായിട്ട് മുൻപോട്ട് പോകുന്നതാണോ ശരി? അതോ സമൂഹത്തിലേക്ക് നോക്കിക്കൊണ്ട്, ഇവരുടെ ഒരു കണ്ണ് സമൂഹത്തിലേക്ക് നോക്കട്ടെ. ഈ പറയപ്പെട്ട കർഷകരുടെ മാത്രമല്ല പ്രശ്നങ്ങൾ നോക്കൂ. നമ്മൾ സാധാരണ വ്യാപാരി വ്യവസായി മേഖലകളിലൊക്കെ രാവിലെ മുതൽ 12 മണിക്കൂർ 14 മണിക്കൂർ ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടാതെ അരമണിക്കൂർ മാത്രം ലഞ്ച് ബ്രേക്ക് കിട്ടി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ കേരളത്തിലുണ്ട്. അവർ 3000-ഓ 4000-ഓ ശമ്പളമാണ് മേടിക്കുന്നത്. അവർക്കൊന്നും സംഘടനകളില്ല, സംഘടിത ശക്തികളില്ല. ഇതൊക്കെ അത്തരക്കാരുടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ കാണാതെ, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ കാണാതെ, അതൊക്കെ കാണാൻ ബാധ്യസ്ഥരായ അവർക്കൊക്കെ വേണ്ടി പണിയെടുക്കേണ്ട, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ട, വികസന സാഹചര്യങ്ങൾ ഒരുക്കേണ്ട സർക്കാർ സേവനം. ആ സർക്കാർ സേവകർ ജനങ്ങളുടെ ദാസന്മാരായിരിക്കേണ്ട സർക്കാർ സേവകരാണ്. ഞങ്ങൾക്ക് ഇങ്ങ് തന്നേക്കൂ, കൂടുതൽ തന്നേക്കൂ, ഞങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തോളൂ എന്ന രീതിയിൽ സർക്കാരിനെ മുഷ്ടി കൊണ്ട്, അല്ലെങ്കിൽ മുൾമുനയിൽ നിർത്തി, മർക്കട മുഷ്ടി കൊണ്ട് അവർ പിടിച്ച പിടിയാൽ നിർത്തിക്കൊണ്ട്, അതായത് എല്ലാ 5 വർഷത്തിലും ഇവിടെ ഇലക്ഷൻ ഉണ്ടാകും, എല്ലാ 5 വർഷത്തിൽ ഇവിടെ ശമ്പള പരിഷ്കരണം ഉണ്ടാകുന്നു. അപ്പോൾ ഏത് LDF ഗവൺമെൻറ് വന്നാലും UDF ഗവൺമെൻറ് വന്നാലും ഗവൺമെൻറ്റിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് അവർ ശമ്പള പരിഷ്കരണം നടത്തിക്കുന്നത്. അതും അവർക്ക് ആവശ്യമുള്ള രീതിയിലാണ്. അതായത് താങ്കളുടെ നിലപാട്. വിനോദ് കുമാർ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന്. വിനോദ് പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ മേരി ടീച്ചറും ഡിജോ കവൻ ആർക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്?
ഈ സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കുന്ന ഒരാവശ്യം എന്താ? തസ്തിക വെട്ടിച്ചുരുക്കുക, തസ്തിക വെട്ടിക്കുറക്കുക എന്നുള്ള ഒരാവശ്യം. തസ്തിക വെട്ടിക്കുറക്കുന്നതിനെതിരെ കൂടിയാണ് സമരം. വിലക്കയറ്റം തടയുക മറ്റൊരാവശ്യമാണ്. ഇവർ ആർക്കെതിരായിട്ട് സംസാരിക്കുന്നത്? പൊതുജനങ്ങളെ സർക്കാർ ജീവനക്കാർക്കെതിരെ തിരിക്കാൻ വേണ്ടി ബോധപൂർവമായ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ഇവർ ചെയ്യുന്നത്. അതാണ് താങ്കളുടെ അഭിപ്രായം. നന്ദി ശ്രീ വിനോദ് കുമാർ. അതായത് ശ്രീ ഡിജോ കാപ്പൻ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവനത്തെ ആകെ തന്നെ മറന്നുകൊണ്ട് അവർ സമരം ചെയ്യുമ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ ചിലതിനെ മനഃപൂർവ്വമായി ഒഴിവാക്കിക്കൊണ്ട് അവരാകെ തന്നെ സമൂഹ വിരുദ്ധരാണ് എന്ന സന്ദേശം നൽകുന്നതിന് മനഃപൂർവ്വമായി താങ്കളടക്കമുള്ളവർ ശ്രമിക്കുന്നുവെന്നാണ് വിമർശനം. അതായത് ഈ നാട്ടിലെ പ്രശ്നങ്ങളെ ഒന്നും തന്നെ കാണാതിരിക്കുകയും തങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം പ്രാധാന്യത്തോടെ കാണുകയും ചെയ്ത് ഈ റവന്യൂ വരുമാനം മുഴുവൻ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, മുക്കാലും ഇവിടെ തരൂ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാർഷിക മേഖലയുടെ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് സെക്ടറിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗപ്പെടുത്തിയാൽ മതി എന്ന ദുരുദ്ദേശമുള്ളവരാണ് ഇവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരും എന്നാണോ താങ്കളടക്കമുള്ളവർ പറയുന്നത്? ഇല്ലില്ല, ഞങ്ങൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ജോലി ചെയ്യുന്ന ജീവനക്കാരന് നല്ല ശമ്പളവും നല്ല സൗകര്യവും കൊടുത്താൽ മാത്രമേ അവൻ സമ്പന്നമായി നല്ല നിലയിൽ ജനങ്ങളോട് പ്രതികരിക്കുകയുള്ളൂ. ഞാനിവിടെ ഇദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഇവിടെ കേരളത്തിൽ ജനകീയ ആസൂത്രണം വന്നു. 20 വർഷമായി 30,000 ജീവനക്കാർ എക്സസ് ആണെന്ന് പറഞ്ഞത് ഞങ്ങളല്ല, കേരളത്തിലെ 2 ചീഫ് സെക്രട്ടറിമാരുടെ റിപ്പോർട്ട്. കഴിഞ്ഞ 20 വർഷമായി 30,000 ജീവനക്കാർ സെക്രട്ടേറിയറ്റിലും തിരുവനന്തപുരത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലും ഇരുന്ന് ശമ്പളം വാങ്ങിക്കുകയാണ്. അവർ കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള വിവിധ പഞ്ചായത്ത്, ബ്ലോക്ക്, കളക്ടറേറ്റ് ഓഫീസുകളിൽ ജോലിക്ക് പോകേണ്ടവരാണ്. അവരെ ആ സ്ഥലത്ത് പകരം ഡെയിലി വേജസിന് ആളെ എടുക്കുന്നു. അപ്പോൾ കേരളത്തിലെ നികുതിദായകർ 2 കൂട്ടർക്കാണ് അവരുടെ നികുതി വരുമാനത്തിന്റെ വിഹിതം കൊടുക്കേണ്ടി വരുന്നത്. ഈ 30,000 ജീവനക്കാരെ കഴിഞ്ഞ 20 വർഷമായി കേരളത്തിലെ നികുതിദായകൻ ആവശ്യമില്ലാതെ തീറ്റിപ്പോറ്റുന്നു. അതിനെതിരെ സ്വാഭാവികമായി ഞങ്ങൾ പറയാൻ കാരണം, ഞങ്ങൾ ഈയിടെ വീട്ടുകാരം അടയ്ക്കാൻ ചെന്നപ്പോഴും ഭൂമിയുടെ നികുതി അടയ്ക്കാൻ ചെന്നപ്പോഴും 4 ഇരട്ടി മുതൽ 5 ഇരട്ടി വരെയാണ് കൂട്ടിയിരിക്കുന്നത്. ഇവിടെ കർഷകൻ അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതെ വരുമ്പോൾ അതിന് ചോദിച്ചപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു, അപ്പോഴത്തേക്ക് ഖജനാവ് കാലിയാകാൻ പാടില്ല. അപ്പൊ ഖജനാവ് കാലിയാകാതിരിക്കേണ്ടത് ഞങ്ങളുടെ ചുമതല. ഞാൻ അല്പം കൂടെ കൂട്ടിച്ചേർക്കാം. 1991 ശമ്പള പരിഷ്കരണം നയനാർ ഗവൺമെന്റ് അങ്ങ് പോകാൻ നേരത്തെ കമ്മീഷനെ വെച്ചു. അതുവരെ കേരളത്തിന്റെ കടം വെറും 3000 കോടിയായിരുന്നു, വെറും 3000 കോടി. അതിനുശേഷം ഇടതും വലതും മാറി മാറി ഭരിച്ചപ്പോൾ മേരി ടീച്ചർ പറഞ്ഞതുപോലെ ഓരോ ഗവൺമെന്റിന്റെ കാലം തീരാറാകുമ്പോഴാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുന്നത്. ഇലക്ഷനിൽ ഇവർക്കുള്ള സർവീസ് സംഘടനകൾക്കുള്ള ഒരു സ്വാധീനം വളരെ വലുതാണ്. 2 മുന്നണികളും പേടിച്ച് ഈ ആനുകൂല്യങ്ങൾ മുഴുവൻ കൊടുക്കും. 1.5 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ കടം. അപ്പോൾ വരവറിയാതെ ചെലവ് ചെയ്താൽ ഉണ്ടാകുന്ന അപകടം KSRTC ഇന്ന് അനുഭവിക്കുന്നു. KSRTC പെൻഷൻ മുടങ്ങി പല ജീവനക്കാരും ആത്മഹത്യ ചെയ്യുകയും പലർക്കും പലചരക്കടയിൽ നിന്ന് പറ്റി കിട്ടാതെ വരുന്നു. ഇവിടെ ചില കുടുംബങ്ങൾ ഇന്നും കഴിയുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, ബന്ധുക്കൾ ആരെങ്കിലും വിദേശത്തുള്ളതുകൊണ്ട് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ടല്ല, അത് കൃഷിക്ക് നിന്നുള്ള വരുമാനം കൊണ്ടല്ല. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വല്ലതും കിട്ടിയാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. ഇവിടുത്തെ 40 ലക്ഷം കർഷക കുടുംബങ്ങൾ പട്ടിണി കിടക്കുന്ന കാര്യം പറയുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് എതിരാണെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് സർവീസ് കിട്ടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ജസ്റ്റിസ് രാമേന്ദ്രൻ കൊടുത്തിരിക്കുന്ന ശുപാർശകൾ 2 നടപ്പാക്കണം എന്നുള്ളതാണ്. അവസാനമായി വിജയകുമാർ നായർ, ഇക്കാര്യത്തിൽ നിങ്ങൾ ശമ്പള പരിഷ്കരണത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള റിപ്പോർട്ടിലെ ശുപാർശകളെ എല്ലാം സ്വാഗതം ചെയ്യുകയും അത് വേഗം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത്ര സുഖിക്കാത്ത ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. അക്കാര്യത്തിൽ നിങ്ങൾ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുകൂടി നടപ്പിലാക്കാൻ പൊതുജന താല്പര്യം പരിഗണിച്ച് നിങ്ങൾ വിശാല ഹൃദയത്തോടെ അതിനെ സ്വീകരിക്കണമെന്നാണ് ഡിജോ കാപ്പൻ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന്. ഈ തരത്തിലുള്ള പുനർവിന്യാസം നടത്തുന്നത്, സംഘടനാ പ്രവർത്തനങ്ങൾ ജോലി സമയത്ത് നിയന്ത്രിക്കുന്നതടക്കമുള്ള നിങ്ങൾക്ക് എതിർപ്പുള്ള കാര്യങ്ങൾക്ക് പൊതുജനത്തിന് ഭൂരിഭാഗത്തിനും അഭിപ്രായമുള്ള കാര്യമാണ്. അതുകൂടി സ്വീകരിക്കൂ ഈ അധിക ശമ്പളത്തോടൊപ്പം എന്നതാണ്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഇരട്ടത്താപ്പുണ്ടോ? ഒരിക്കലുമില്ല. അതിനകത്തൊരു ഇരട്ടത്താപ്പ് ഇല്ല. ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും ഇരട്ടത്താപ്പില്ല. ഇതിനകത്ത് 2 കാര്യത്തിന് ഒന്ന് മറുപടി പറയാതെ പോകാൻ കഴിയില്ല എനിക്ക്. മേരി ടീച്ചർ പറഞ്ഞത് ഇവിടത്തെ റവന്യൂ വരുമാനത്തിന്റെ സിംഹഭാഗവും സർക്കാർ ജീവനക്കാരെ തീറ്റിപ്പോറ്റുന്നതിനും അവർക്ക് സുഖസൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ്. മേരി ടീച്ചർ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ അത് പറയുന്നത്. മേരി ടീച്ചർ കോളേജ് അധ്യാപികയായിട്ട് വിരമിച്ച ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള പെൻഷനും വാങ്ങുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല വസ്തുത. പിന്നെ പറഞ്ഞ ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം. ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയാണ് ഉണ്ടായത്? ഒരു ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ശമ്പള പരിഷ്കരണം നടത്തണമെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ.
2002 നടപ്പിലാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം അന്ന് നടപ്പിലാക്കാതെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ വെട്ടിക്കുറച്ച് അത് അനിശ്ചിതമായി ശമ്പള പരിഷ്കരണം നീട്ടിക്കൊണ്ടുപോയി ആ ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുന്ന കാലത്ത് ഉത്തരവിറക്കി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാതെ പോവുകയല്ലേ കഴിഞ്ഞ UDF ഗവൺമെന്റ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ പിന്നീട് ഈ പറഞ്ഞ ഇലക്ഷനോടടുത്ത് ശമ്പള പരിഷ്കരണം വരുന്നത്. പിന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം, ഈ കഴിഞ്ഞ LDF ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുമ്പോൾ 3881 കോടി രൂപ ഖജനാവിലുണ്ടായിരുന്നു എന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ KM മാണി പുറപ്പെടുവിച്ച ധവളപത്രത്തിൽ പറഞ്ഞിരുന്നതല്ലേ. ഇപ്പൊ എത്രയാ കേരളത്തിന്റെ കടം? 1956 കേരളം രൂപീകരിക്കുന്നത് മുതൽ 2011 വരെയുള്ള മൊത്തം കടത്തിന്റെ ഇരട്ടി, അതായത് 74,000 കോടിയിൽ നിന്ന് ഇന്നത് 1.5 ലക്ഷം കോടി രൂപയായിരിക്കും. സർക്കാർ ജീവനക്കാർക്ക് ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടാണോ ഈ കടം അത്രയും ഉണ്ടായത്? എന്താ കർഷകർക്ക് കൊടുക്കേണ്ടത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. അതുപോലെ പിന്നെ ചോദ്യത്തിനുള്ള മറുപടി, ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിലെ മുഴുവൻ ശുപാർശകളും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. ഇല്ല. ശ്രീ ഡിജോ കാപ്പൻ പറഞ്ഞല്ലോ അതിനകത്ത് 2ാം ഘട്ട റിപ്പോർട്ടിനെയാണ് ഞങ്ങൾ എതിർത്തതെന്ന്. നിങ്ങളൊന്ന് നോക്കണം, ഞങ്ങൾ പണിമുടക്കിന് ആധാരമായി മുന്നോട്ട് വെച്ച ഡിമാൻഡ് എന്തൊക്കെയാണ്? ഒന്ന്, പ്രതിലോമകരമായ ശുപാർശകൾ ഒഴിവാക്കി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. തസ്തിക വെട്ടിക്കുറയ്ക്കുന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. വിലക്കയറ്റം തടയണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഈ ഡിമാൻഡ് വെച്ചുകൊണ്ട് നമ്മൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത് നവംബർ മാസം 27-ാം തീയതിയാണ്. ഡിസംബർ മാസം 31-ാം തീയതിയാണ് ഈ 2ാം ഘട്ട റിപ്പോർട്ട് ശമ്പള കമ്മീഷൻ ചെയർമാൻ കൊടുത്തത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ പണിമുടക്കത്തിൽ അത് ഒരു വിഷയമായി വരുന്നത്? അതാണ് ആ കാര്യത്തിൽ ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയ പണിമുടക്ക് ന്യായമോ എന്നതായിരുന്നു ഇന്നത്തെ ഓൺലൈൻ വോട്ടെടുപ്പിനുള്ള ചോദ്യം. വോട്ടെടുപ്പിൽ പങ്കെടുത്ത 65% ആളുകൾ സമരം അനുചിതമായി പോയി എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ 35% ആളുകൾ ജീവനക്കാരുടെ സമരം നീതീകരിക്കപ്പെടുന്നതാണ് എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത വിജയകുമാർ നായർ, ഡിജോ കാപ്പൻ, ശ്രീമതി മേരി ജോർജ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.